പേരാമ്പ്രയിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ പോലീസ് ആഞ്ഞ് ലാത്തികൊണ്ട് ഷാഫി പറമ്പിൽ എംപിയെ തല്ലിയ വാർത്ത നമ്മൾ എല്ലാവരും കേട്ടു. കേരളത്തിൽ ജനാധിപത്യ ബോധമുള്ള എല്ലാവരും പ്രതിഷേധിച്ചു. ഷാഫി പറമ്പിലിന് ഇപ്പോഴും ഇടതുപക്ഷ ഹാൻഡിലുകൾ കളിയാക്കുമ്പോഴും അതിനിടയിൽ വീണ്ടും ഉദിച്ചുയർന്നു വന്നൊരു താരമുണ്ട്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഫ്ലേട്ടിംഗ് സ്വഭാവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ ഒറ്റപ്പെടുകയും കോൺഗ്രസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുകയും നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് ഇറങ്ങിപ്പോന്ന് അത് പൂർത്തീകരിക്കാതെ നിമിഷങ്ങൾ മാത്രം അവിടെ ഇരുന്നതിന് ശേഷം പോരുകയും ശേഷം പ്രതിഷേധങ്ങളും ട്രോളുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചീത്ത വിളിക്കുകയും എതിർക്കുകയും ചെയ്യുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞ അതേ ഡയലോഗോട് കൂടി നിന്നു, ഹൂ കെയേഴ്സ്. എന്തായാലും ഏറ്റവും ഒടുക്കം പല സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുമ്പോഴും രാഹുലിനെതിരെ തെളിവുകളില്ല. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ പക്വത കാണിച്ചില്ല. പക്ഷേ പോലീസ് ആക്രമണത്തിൽ ഷാഫി പറമ്പിൽ എംപി വാർത്തകളിൽ വീണ്ടും നിറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ എംപി കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിലും വാർത്തകൾ നിറയുകയാണ്. അതായത് വീണ്ടും ജനകീയനാവുകയാണ്. നോക്കൂ, ജനകീയ ഇടപെടലുകൾ കൊണ്ട് സമൂഹത്തിൽ നിറഞ്ഞു നിന്ന ഒരുപറ്റം ചെറുപ്പക്കാരെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ നിന്നും മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വന്ന ചെറുപ്പക്കാരാണ് VT ബൽറാം, മാത്യു കുഴൽനാടൻ, PC വിഷ്ണുനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിലുമൊക്കെ. അപ്പോൾ ഇവർ ആരും തന്നെ ഏതെങ്കിലും പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പരിചയാക്കി കടന്നു വരുന്ന നെപ്പോ കിഡ്സ് അല്ല. പടിപടിയായി പ്രവർത്തിച്ച് ജനകീയ മുഖങ്ങളായി വളർന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ സീനിയർ നേതാക്കളെക്കാൾ CPM സൈബർ വിംഗ് ഇവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എടുത്തു പറയാനാവുന്ന മന്ത്രിമാരടക്കമുള്ള നിരവധി ആളുകൾ സ്ത്രീ വിഷയങ്ങളിൽ പെട്ടുപോയിട്ടും ഇപ്പോഴും ഇടതുപക്ഷത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഭരിക്കാൻ സാധിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് അത് സാധിക്കാതെ വരികയും അല്ലെങ്കിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം അത് കോൺഗ്രസിലെ കൂട്ടത്തല്ലുകൊണ്ട് മാത്രമാണ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് അദ്ദേഹം ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ വീണ്ടും പാലക്കാട് സജീവമാവുകയാണ്. നിയമസഭാ മണ്ഡലമായ പാലക്കാട് സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വകാര്യ ചടങ്ങുകൾക്കൊക്കെ അപ്പുറം സർക്കാർ പരിപാടികളിലും MLA സാന്നിധ്യം അറിയിക്കുകയാണ്. CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ തരുവക്കുറിശി വാർഡിലെ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഉദ്ഘാടനം ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് DYFI ആവർത്തിച്ച് പറയുമ്പോഴും സർക്കാർ പരിപാടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അംഗനവാടി വർക്കർമാർ, ആശാ വർക്കർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതേസമയം പരിപാടിയുടെ ഉദ്ഘാടനം രാഹുലാണ് ചെയ്യുന്നതെന്ന ബോർഡോ നോട്ടീസോ ഒന്നും ഇറക്കിയിരുന്നില്ല. ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് പിന്നാലെ പാലക്കാട് തിരിച്ചെത്തിയ രാഹുൽ 3 സർക്കാർ പരിപാടികളാണ് പങ്കെടുത്തത്. രാഹുൽ പാലക്കാട് എത്തിയാൽ വെച്ച കാൽ വെട്ടുമെന്നൊക്കെ വലിയ വിപ്ലവം പറഞ്ഞ ആളുകളൊക്കെ തന്നെ രാഹുൽ പതുക്കെ സജീവമാകുന്നത് ഇപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമേ അല്ലാതെ, അല്ലെങ്കിൽ രാഹുലിനെ വിഷയം അത്ര രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കാതെ വന്നപ്പോൾ മാളങ്ങളിലേക്ക് തിരികെ പോയ അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ ആഴ്ച പാലക്കാട് ബംഗളൂരു KSRTC ബസ് സർവീസസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് DYFI പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടയിലായിരുന്നു KSRTC പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പങ്കെടുത്തത്. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ പങ്കെടുത്ത ആദ്യത്തെ സർക്കാർ പരിപാടിയുമായിരുന്നു ഇത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡ് കുടുംബശ്രീ പരിപാടിയുടെ ഉദ്ഘാടനം രാഹുൽ നിർവഹിച്ചു. ഇന്നുമുണ്ട് രാഹുലിന്റെ പരിപാടി. പിരായിരി പഞ്ചായത്തിലെ പൂഴിത്തോട് റോഡിന്റെ ഉദ്ഘാടനം രാഹുലാണ് നിർവഹിക്കുന്നത്. രാഹുലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഫ്ലെക്സ് ബോർഡ് അടക്കം സ്ഥാപിക്കുകയും ചെയ്തു. ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച റോഡ് ഉദ്ഘാടനം എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് MLAയുടെ പരിപാടി എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ഇതുവരെ പാലക്കാട് രാഹുലിന്റെ പൊതുപരിപാടികൾ ആരെയും അറിയിക്കാതെയും അല്ലെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാതെയും ഒക്കെയാണ് നടത്തിയിരുന്നതെങ്കിൽ റോഡ് ഉദ്ഘാടനം എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതായത് രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് ഉള്ള വിളംബരം തന്നെയാണത്. വിവാദങ്ങളുണ്ടായി 1.5 മാസത്തിന് ശേഷമായിരുന്നു രാഹുലിന്റെ പേരിൽ ഇത്തരത്തിലൊരു ഫ്ലക്സ് മണ്ഡലത്തിൽ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM BJP പ്രതിഷേധം ഉണ്ടാകുമോ എന്നൊക്കെ അറിയാനുള്ള കാത്തിരിപ്പുണ്ട്. പക്ഷേ അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. രാഹുൽ മണ്ഡലത്തിൽ സജീവമാവുകയാണ്. രാഹുലിന് ജനകീയ പിന്തുണയുണ്ട് എന്നുള്ളത് രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയ ദിവസം മുതൽ നമ്മൾ കാണുന്നതാണ്. ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പക്വത രാഹുൽ ഉണ്ടായിരുന്നു. പക്ഷേ പെൺവിഷയത്തിൽ മാത്രമാണ് ആ പക്വത ഇല്ലാതെ പോയത്. എന്നാലും ഇതുവരെ പാലക്കാട് രാഹുലിന്റെ പൊതുപരിപാടികൾ ആരെയും അറിയിക്കാതെയും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാതെയും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ റോഡ് ഉദ്ഘാടനം വരെയും അങ്ങനെ നടത്തുന്നൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു.
എന്തായാലും MLA ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ്, ഏകദേശം 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആ ഫ്ലെക്സിലുള്ളത്. അതായത് ജനങ്ങൾ അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ഘാടനം ഇത്തരത്തിൽ തീരുമാനിച്ചതെന്നും വാർഡംഗമായ H. ഷമീർ പറയുന്നുണ്ട്. അതായത് രാഹുലിന് നല്ല ഗ്രിപ്പ് പാലക്കാട് ഉണ്ട്, ആ ഗ്രിപ്പ് അദ്ദേഹം വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാഹുലിന്റെ നല്ല കാലം ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഷാഫി പറമ്പിൽ MP-ക്ക് അടി കിട്ടുന്നു. ഈ ഘട്ടം മുതൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയും പോലീസിന്റെ നരനായകനെതിരെയും ഒക്കെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് രാഹുൽ ഇനിയും സജീവമാകും. തെറ്റുകൾ സംഭവിക്കാം ആളുകൾക്ക്, എന്തായാലും തിരുത്തി മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് വലുത്. സ്ത്രീകളെ രാഹുൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ അന്വേഷണമൊക്കെ നടക്കട്ടെ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിയ രീതിയിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. എന്തായാലും അദ്ദേഹം തിരിച്ചെത്തിയതിൽ സന്തോഷം. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പക്വതയ്ക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം.